ഹായ് ഫ്രണ്ട്സ്, ബലശലാക്സിലേക്ക് സ്വാഗതം. നീര് പോണ്ടേ? നീര് ശിവമോളി നീച്ച് വിളിക്കാൻ പോകുന്നു. നീര് അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഗാർഡനിലേക്ക് ഒന്ന് പോയി നോക്കാം. രാത്രിയാണിത് കണ്ടേ. ഊഞ്ഞാലൊക്കെ ഒന്ന് ഇരുന്ന് നോക്കാം. രാവിലെ അതിൻ്റെ മേലിൽ ഊഞ്ഞാലൊക്കെ ചെറുതായിട്ട് വെള്ളം പോലെ തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. തല വെച്ചു പ്രൈവറ്റ് ഗാർഡൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ലോക്കറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ താമസിച്ച ടെൻറ്റും. രാത്രിയായതുകൊണ്ട് നമുക്ക് ടെൻറ്റൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. കണ്ട ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ടെൻറ്റ്. നല്ല ഭംഗിയാണൊക്കെ കാണാൻ. ഇതിൻ്റെ ഉള്ളിൽ നല്ല ഗാർഡനൊക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കസിനാണ്. ഞങ്ങളെല്ലാവരും വിളിക്കുന്നത് രുക്കി ചേച്ചി എന്നാണ്. അച്ചാച്ച ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുവാണ്. നമുക്ക് കുറച്ച് നേരം ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ചേച്ചനോട് ചെടിയെ പറ്റി ഭയങ്കര ചർച്ചയാണല്ലോ. നമുക്കും കൂടെ പോയി ഒന്ന് നോക്കാം. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. ഇവിടെയൊക്കെ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമായിട്ടാണ് ചെയ്യുന്നത്. ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാം. ഫ്രണ്ട്സ്, ഇതിനകത്ത് പൈപ്പിലൊക്കെയാണ് കേട്ടോ ചെടി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് മുകളിലാണെങ്കിൽ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ ചുറ്റിക്കറങ്ങി നോക്കിയിട്ട് വരാം. നമുക്കിവിടെയൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരുമ്പോൾ ഇവിടെ ക്യാരറ്റ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ബീൻസ് ഉണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ. അമ്മേ, അപ്പോൾ ഈ കൃഷി ചെയ്യുന്നതിനകത്ത് കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. അതോ അപ്പൂപ്പനാണ് ഈ കൃഷി ചെയ്യുന്നത്. ഞാൻ അറിയാത്ത കുറേ ഫ്രൂട്ട്സ് ഇതിനകത്തുണ്ട് കേട്ടോ.
ഇതൊക്കെ ഓരോരോ റൂംസാണ്. അച്ഛൻ ഇതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഊഞ്ഞാലൊക്കെ തടി കൊണ്ടുള്ള ഊഞ്ഞാലാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വലിയവർക്കും ചെറിയ കുട്ടികൾക്കും കുടിക്കാനുള്ള സ്വിമ്മിംഗ് പൂളുണ്ട്. ഇതിനകത്ത് ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. നല്ല രസമാണ് കാണാൻ. ഇതിനകത്ത് ഞരക്കമുണ്ട്, ഊഞ്ഞാലുണ്ട്, കുറേ റൈഡ്സ് ഉണ്ട്. ഞാൻ ഊഞ്ഞാലിലൊക്കെ കയറിയൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ഛനെ പിടിച്ചെനിക്ക് പേടിയാണോ? പിടിച്ചോ പേടിയോ? ഇവിടെ ഗ്യാങ് ഫെയർ ഉണ്ടായിരുന്നു. ഇവിടെ മഴയായിരുന്നു കുറച്ച്, അതുകൊണ്ട് ഞങ്ങൾ ഇരുന്നില്ല. നമുക്കിങ്ങനെ ഇതിനകത്ത് ഒരു താമരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ആ താമര ചെടി കാണാൻ. ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. പുളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ തണൽ മാത്രമേ ഉള്ളൂ. നല്ല രസമാട്ടോ. കൊള്ളാം, പൊളി പൊളി. ഗൈസ്, ഇതിനകത്ത് പൂളൊക്കെ ഉണ്ട്. എനിക്ക് പൂളിനകത്ത് കാലെങ്ങും ഇടക്കാൻ തോന്നിയില്ല. എനിക്ക് അങ്ങ് പൂളിൽ കുളിക്കാനായിരുന്നു, പക്ഷെ തണുപ്പായിട്ട് ഞാൻ കുളിച്ചില്ല പൂളിനകത്ത്. അപ്പോൾ നമ്മൾ ടെൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ഏർക്കാടുള്ളൊരു പീക്കോക്ക് പാർക്കിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതിനകത്ത് കുറേ പക്ഷികളും കോഴികളും എല്ലാം ഉണ്ട്. ഇതിനകത്ത് ഞാൻ കാണാത്ത കുറേ കോഴികളുണ്ട്. ഇന്ത്യൻ്റെ പുറത്തും അർത്ഥവും ഉള്ള കോഴിയുണ്ട്. ഞാൻ കാണാത്തൊരു പക്ഷിയുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരുന്നതായിരിക്കും. ഇതൊരു കോഴിയാണ്. കാണാൻ നല്ല രസമുണ്ട് ഈ കോഴി കാണാൻ. അപ്പം ഇവരൊരു പട്ടിയുണ്ട്. എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഫോക്സ് ആയിട്ടാണ് തോന്നിയത്. നമ്മൾ മഞ്ഞിലൊക്കെ കാണത്തില്ല, ആ ഒരു പട്ടിയാണ്. അപ്പോൾ നമ്മൾ കളർഫുള്ളായിട്ടുള്ള തത്തമ്മയൊക്കെ ഇപ്പോൾ കാണാൻ പോവാണ്. 2 കൂട്ടിലാണ് കേട്ടോ ഉള്ളത്. കാണാൻ നല്ല രസമുണ്ട്. കണ്ടോ ഗൈസ്, കുറച്ചൊക്കെ ഉള്ളു. കാണാൻ നല്ല രസമുണ്ട്. റെയിൻബോ കളർ പോലെ ഉണ്ട് കേട്ടോ.
കാണാൻ പറഞ്ഞ പക്ഷി എന്തൊരു വലുതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഓസ്ട്രിച്ച് എന്നാണ് പക്ഷിയുടെ പേര്. അച്ഛനെക്കാട്ടിയും ഹൈറ്റ് ഉണ്ട്, എന്നെക്കാട്ടി ഹൈറ്റുണ്ട്. വലിയ മുട്ടയാണ് ഇതിൻ്റെ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇത്രയും വലിപ്പമുള്ളൊരു ഓസ്ട്രിച്ചിനെ. റാബിറ്റ് ഉണ്ട് ഇതിനകത്ത്, കുറേ റാബിറ്റ് ഉണ്ട്. നമ്മൾ സാധാരണ കാണുന്നത് വൈറ്റ് ഉള്ള റാബിറ്റ് ആയിരുന്നു. ഇതിപ്പോൾ കുറേ വെറൈറ്റി റാബിറ്റ് ഉണ്ട് കേട്ടോ. അവിടെ തത്തമ്മയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ തത്തമ്മയൊക്കെ വളരെ കുറവായിരുന്നു. ഇതാ ഇതേപോലത്തെ മുയലൊക്കെ കൂടുതലായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതായത് ഇത് കണ്ടോ, ഓരോരോ റാബിറ്റിനെ ഇവർ കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട്. നോക്കി ഈ റാബിറ്റ് കാണാൻ എന്ത് ഭംഗിയാന്ന്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. ഓരോ റാബിറ്റിൻ്റെ പേര് ബോട്ടിനകത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പീക്കു പാർക്കിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. റേറ്റൊക്കെ ടിക്കറ്റ് റേറ്റൊക്കെ അത്യാവശ്യം കൂടുതലായിട്ട് തോന്നി. അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം കാണിച്ചു തരാം. അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന ഫേമസ് ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ.
അപ്പോൾ ഇതാണ് പഗോഡ വ്യൂ പോയിൻറ്റ്. അപ്പോൾ നമ്മൾ പഗോഡ വ്യൂ പോയിൻറ്റിലെത്തി. നമ്മൾ മുകളിലോട്ട് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ് വ്യൂസൊക്കെ കാണാൻ. നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു ലെഫ്റ്റ് സൈഡിലും. അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അവിടെ മുഴുവൻ വീടൊക്കെ കാണും ചെറുതായിട്ടൊക്കെ. അവിടെ ചെറുതായിട്ടൊക്കെ കാറ്റടിക്കുന്നുണ്ട്. അത്യാവശ്യം തണുത്ത കാറ്റാണ്. അത്ര നല്ല വ്യൂ ആണ് കേട്ടോ. മരവും പുല്ലും നല്ല രസമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ട ഗൈസ്, ആ മല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. മഞ്ഞ് പോലെ ഉണ്ട് മലയൊക്കെ കാണാൻ. അത്രയ്ക്ക് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് നിന്ന് മേടിച്ചത് ഒരു ജംസ് മേടിച്ചിട്ടുണ്ട്. മിക്കി മൗസിൽ കാർക്കൊരു കളിച്ചിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒരു ജംസ് മുട്ടായി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു ബബിൾസും മേടിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഞങ്ങൾ മേടിച്ചത്. അപ്പം നമ്മൾ വ്യൂ പോയിൻറ്റിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ പോകുന്ന സ്ഥലം കൃഷ്ണഗിരിയിലാണ്. അത്യാവശ്യം ഒരു 2 മണിക്കൂറുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ നല്ല രസമാണ് കൃഷ്ണഗിരിയിലേക്ക് പോകുന്നുള്ള വഴി. കാടിൻ്റെയൊക്കെ ഇടയിലൊക്കെയാണ് പോകുന്നത് നമ്മൾ. അപ്പോൾ ഈ റോഡിൽ വീതി കുറവാണ്. അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ ബ്ലോക്കിലൊക്കെ നിൽക്കേണ്ടി വന്നു. നമ്മൾ വന്ന റൂട്ടല്ല, ഇത് വേറെ റൂട്ടാണ്. കുറഞ്ഞ റോഡായതുകൊണ്ട് നിങ്ങൾ പതുക്കെ വേണം പോയി. നല്ല റോഡൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പതുക്കെ വേണം പോയി. ഞങ്ങൾ പതുക്കെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മളൊരു വില്ലേജിൽ കൂടെയാണ് പോകുന്നത്. 2 സൈഡിലും തെങ്ങിൻ തോപ്പാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ്. ഫ്രണ്ട്സ് കണ്ടോ ഗൈസ്, 2 സൈഡിലും മടി നിൽക്കുന്നു. കാണാൻ എന്ത് ഭംഗിയുണ്ട്. ഇതുപോലത്തെ കുറേ ദൂരമുണ്ട്. നല്ല ഭംഗിയായിരിക്കുമല്ലേ. അപ്പം നമ്മളൊരു ഫോറസ്റ്റിൽ പോകുന്ന പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ ഗൈസ്, അവിടെ കുറേ കുരങ്ങന്മാരിയ്ക്കുന്ന. ഓരോരുത്തരൊക്കെ ഫുഡിട്ട് കൊടുക്കുന്നതായിരിക്കും. കണ്ട അവിടെ എല്ലാ കുരങ്ങന്മാരും ഇരുന്ന് ഫുഡടിയാണ്. നമ്മൾ വീണ്ടും ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ആണെന്ന് കേട്ടോ പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കൃഷ്ണഗിരിയിൽ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗ്രാനൈറ്റ് എടുക്കാനാണ് വന്ന്. ഗ്രാനൈറ്റൊക്കെ മുറിച്ച് മാറ്റുന്നൊക്കെ ഉണ്ട്. കാരണം നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. കണ്ട ഗൈസ്, ഇത് നോക്കി ഗ്രാനൈറ്റ് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ മുറിച്ചൊക്കെ എടുക്കുന്നത്. അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്.
ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞു. അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോൾ നല്ല രസമല്ലേ വാഴയിലൊക്കെ അത് കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഞങ്ങൾ സേലത്താണ് റൂം എടുത്തേക്കുന്നത്. അപ്പോൾ സേലത്തോട്ട് പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് വിൻഡ്മിൽ എന്ന് പറഞ്ഞൊരു ലീഫ്. അപ്പോൾ ഏൽക്കാട് കുറേ സ്ഥലം ഉണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ അങ്ങ് പോയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ബാലാ ഷോളക്സിലേക്ക് പുതിയ വീഡിയോക്ക് പിന്നെ കാണാം. ബൈ ബൈ.